ചേരുന്നത്. കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം മോചിതനാകുന്നു. മോചന ഉത്തരവിൽ അധികൃതർ ഒപ്പുവെച്ചു. ഇമിഗ്രേഷൻ നടപടി പൂർത്തിയായാൽ റഹീം നാട്ടിലേക്ക് മടങ്ങും. ആകാശ് തരത്തിൽ വിവരങ്ങളുമായി ചേർന്നു. ആകാശ്, എത്രയോ നാളായി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷത്തെ ഈ കാത്തിരിപ്പാണ്. ഇതിൽ ഈ സൗദിയിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം നേരത്തെ തന്നെ ആയതാണ്. പക്ഷേ എക്സിറ്റിൽ ഇതുവരെ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. വിവരങ്ങൾ എങ്ങനെയാണ്? ഒരു സന്തോഷ വാർത്തയാണ്. തീർച്ചയായും നീ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. 20 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അബ്ദുൾ റഹീം മോചനം ഒപ്പിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ മാസം 20-ാം തീയതി ആയിരുന്നു കാലാവധി, ശിക്ഷാ കാലാവധി. അതിനുശേഷം ബലിപെരുന്നാൾ ഉൾപ്പെടെയുള്ള അവധി ആയതിനാലാണ് മോചനം വൈകിയിരുന്നത്. അതിന് പിന്നാലെ ഇന്നിപ്പോൾ മോചന ഉത്തരവിൽ അധികൃതർ ഒപ്പുവെച്ചിരിക്കുകയാണ്. കൂടാതെ എമിഗ്രേഷൻ നടപടി കൂടി പൂർത്തീകരിച്ചതിന് ശേഷം തന്നെ ഉടൻ തന്നെ 2 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ റഹീം നാട്ടിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 20-ാം തീയതിയോടുകൂടി ശിക്ഷാവിധി കഴിഞ്ഞിരുന്നു. അതിനുശേഷം ബലിപെരുന്നാൾ ആയതിനാൽ അവധിയായിരുന്നു. അതിനുശേഷം വീണ്ടും ഈ നിയമസഹായ സമിതി ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തുകയും റഹീമിന്റെ മോചനം എത്രയും പെട്ടെന്ന് സാധ്യമാക്കണമെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് ഏകദേശം ഉച്ചയോടുകൂടിയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. റഹീമിന്റെ മോചനത്തിൽ അധികൃതർ ഒപ്പുവെച്ചിരിക്കുന്നു. ഉടൻ തന്നെ റഹീമിനെ നാട്ടിലെത്തിക്കാൻ സാധിക്കും. എക്സിറ്റ് വിസ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. അതിനുശേഷം തന്നെ ഉടനെ തന്നെ റഹീം നാട്ടിലെത്തും. 2 ദിവസത്തിനുള്ളിൽ തന്നെ നാട്ടിലെത്തും എന്നാണ് നിയമസഹായ സമിതി നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. സേതുലക്ഷ്മി. ശരി ആകാശ്. 2006 നവംബറിൽ നടന്ന ഒരു സംഭവം, സൗദി ബാലനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് റഹീം അവിടെ അറസ്റ്റിലാകുന്നത്. പിന്നീട് 2012 ഇയാൾക്ക് വധശിക്ഷ വിധിക്കുന്നു. അപ്പോഴൊക്കെയും നിയമ പോരാട്ടങ്ങളിലായിരുന്നു. ഒടുവിൽ കേരളം ഒന്നാകെ നിന്ന് സമാഹരിച്ച ഒരു വലിയ തുക അത് ദയാധനമായി സൗദിയിലേക്ക് കൊടുക്കുകയും ഒടുവിൽ ഇപ്പോൾ മോചനം സാധ്യമാവുകയും ചെയ്തു. ഇപ്പം ബുധനാഴ്ചയോടുകൂടി തന്നെ മോചനമൊക്കെ ആ കാലാവധി, ശിക്ഷാ കാലാവധി കഴിയാണ്. പക്ഷേ ഈ പുറത്തേക്ക് ഇറങ്ങാനുള്ള എക്സിറ്റിൽ ഒപ്പുവച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒടുവിൽ അദ്ദേഹം നാട്ടിലേക്ക് തിരികെ എത്തുന്നു എന്നൊരു സന്തോഷ വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് ആകാശ് തരത്തിൽ എത്തിച്ചത്.